ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒക്കെ വരുന്ന നെഗറ്റീവ് എനർജി, ടോക്സിക് എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജിയൊക്കെ ഒരു റിവേഴ്സ് മാനറിലൂടെ തിരിച്ച് ആ നെഗറ്റീവ് എനർജി അവരിലേക്ക് തന്നെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലൊന്ന് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കുടുംബമായിട്ട് ഒക്കെ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല വീട്, കുട്ടികൾ, നല്ല ഫാമിലി, അല്ലെങ്കിൽ അവരുടെ നല്ല പഠിത്തം, ഭാര്യ ഭർത്തൃ ബന്ധം നന്നായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, നല്ല ജോലി, നല്ല കാറ്, അങ്ങനെ എല്ലാ തരത്തിലും സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അവർ വിചാരിക്കും ഇവർക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ജലസ് അല്ലെങ്കിൽ ഒരു കുശുമ്പ് അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല നമുക്കെല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. എങ്ങനെയാണ് ഇതൊന്ന് തകർക്കുക, എങ്ങനെയാണ് ഇതൊന്ന് താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് മാത്രമെല്ലാം കിട്ടുന്നത് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം, സാധ്യത, വാർത്തകൾ ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യം കൂടുതലാണ്. അത് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്നത്തെ ദിവസം പോക്കാം ദേ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഒരു 2 ആഴ്ചത്തേക്ക് എനിക്കുള്ളത് ദാണ്ട കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ആ നെഗറ്റീവ് ഇമോഷൻസിനെ റഷ് ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വാർത്തകൾ, സാഹചര്യങ്ങൾ ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം നല്ലത് വളരെ കുറച്ച് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുള്ളെങ്കിൽ നമുക്ക് ദോഷപ്പെട്ട പല രീതിയിലും നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റും എല്ലാ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ലഭിക്കുക, അല്ലെങ്കിൽ അവർ നെഗറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ ആ നെഗറ്റിവിറ്റി തിരിച്ച് അവരിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്രൂട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു ആപ്പിൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അതിനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ആപ്പിൾ ചുമ്മാതെ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ഡെക്കറേറ്റീവ് മാനറിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് വേറെ രീതിയിൽ വല്ല ജാം പോലെയൊക്കെ ആക്കി കഴിക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആപ്പിളിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ്സ് ആക്കി നമുക്ക് അത് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് വരുന്നത് ഒരു നെഗറ്റിവിറ്റിയാണ്. അങ്ങനെയാവുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഫലിതമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ വ്യക്തികളും മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ ഓറ വളരെ പവർഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അങ്ങനെയാവുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് മുമ്പിലേക്ക് ചിരിച്ചുകൊണ്ട് വരുന്ന വ്യക്തി, സാധ്യത, സാഹചര്യം, സന്ദർഭം ഒക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റിനും ഒരു വയലറ്റ് ലൈറ്റ്, അത് നമ്മളുടെ ബോഡിയുടെ ചുറ്റിനും നമ്മളുടെ ക്രൗൺ ചക്ര മുതൽ അങ്ങ് താഴെ നമ്മുടെ കാലുകളുടെ അവിടെ വരെ മൊത്തത്തിലൊരു വയലറ്റ് ലൈറ്റും ഉണ്ട്. നമ്മളെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറും ഉണ്ട്. നമ്മളെ ഇങ്ങനെ നമ്മളുടെ ബോഡി മുഴുവനും അങ്ങ് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഉത്തരബോധി മുദ്ര.
കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇതുമല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതാണ് ഉത്തരബോധി മുദ്ര. അപ്പോൾ നെഗറ്റിവിറ്റി നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം വിഷ്വലൈസ് ചെയ്യേണ്ട ആ വയലറ്റ് ലൈറ്റ് നമ്മളുടെ ചുറ്റിനും വളരെ പവർഫുള്ളായിട്ട് ഉണ്ട് എന്നും, പിന്നെ ഈ ഉത്തരബോധി മുദ്രയിൽ അവരതൊന്നും നോട്ടീസ് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് വളരെ റിലാക്സ് ചെയ്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നമ്മളിലേക്ക് കൊണ്ടുവന്ന നെഗറ്റീവ് എനർജി ഒന്നും ഈ വയലറ്റ് ലൈറ്റ് കടന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. അതവിടെ തട്ടി തരിപ്പണമാക്കിയിട്ട് അവർ കൊണ്ടുവന്ന നെഗറ്റിവിറ്റിയുടെ ഡബിൾ ഇഫക്റ്റായി ആ നെഗറ്റിവിറ്റി അവരിലൂടെ അത് തിരിച്ചങ്ങ് പോകും. അപ്പോൾ 1-2 തവണ ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചക്ര ആക്ടിവേഷൻ ഒന്നും നമുക്ക് പാലിക്കാനുള്ള സമയം ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല. ആ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് അറിയുക, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, ആ തോട്ട് പ്രോസസ്സിങ് എല്ലാം ഒന്ന് കാമാക്കി വെച്ചുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആക്കി, വളരെ ന്യൂട്രലാക്കി, വളരെ സ്റ്റേബിളായി നമുക്കിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ വളരെ കാമായിട്ട് അതിനെ ഒന്ന് ശ്വാസം വിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കൊണ്ടുവരാൻ സാധിക്കുന്നോ എന്നൊന്ന് നോക്കിയാലും മതി. മെഡിറ്റേഷനിൽ അത്രയെങ്കിലും നമ്മൾ ചെയ്യുക. അതിനുശേഷം പിന്നെ ഈ ഒരു വിഷ്വലൈസേഷൻ്റെ ആ ഒരു കാര്യവും ഈ ഉത്തരബോധി മുദ്രയും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നിങ്ങളെ ആര് താഴ്ത്തിക്കെട്ടാനും തകർന്ന് തരിപ്പണമാവണമെന്ന് വിചാരിച്ചാലും നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവന്നാലും അത് ഏത് രീതിയിലാണെങ്കിലും അത് നിങ്ങളെ അതൊന്നും ബാധിക്കില്ല. അത് തിരിച്ചവരിലേക്ക് തന്നെ അതങ്ങ് പൊയ്ക്കോളും. പിന്നെ നമുക്ക് ഈശ്വരനോടുള്ള അടിയുറച്ച വിശ്വാസം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കറുത്ത ചരട് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈവിളായി ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒക്കെ ആണെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അത് കയ്യിൽ അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് ഒക്കെ പുറത്ത് പോവുകയും ഇത്തരത്തിലുള്ള വിഷ്വലൈസേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓറ ബ്രേക്ക് ചെയ്ത് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരില്ല. ഇനി ബ്രേസ്ലെറ്റ്സ് വാങ്ങിച്ചിട്ട് വലിയ വില കൂടിയ ബ്രേസ്ലെറ്റ്സ് ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട. വളരെ വില കുറഞ്ഞ തരത്തിലുള്ള നല്ല കമ്പനിയുടെ ഏതെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണത് ക്ലെൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതൊരു ഓപ്ഷൻ മാത്രമാണ്, അത് ചെയ്യണമെന്നില്ല. അതല്ലാതെ നമ്മൾ ഈ 2 രീതിയിലുള്ള ആ ഒരു വിഷ്വലൈസേഷനും ഈ ഒരു കൈകൊണ്ടുള്ള ഈ മുദ്രയും കൂടെ പ്രാക്ടീസ് ചെയ്താൽ തുടരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലം നമുക്ക് കണ്ടു തുടങ്ങും. അങ്ങനെയാവുമ്പോൾ ഈ പറയുന്ന നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ആളുകളൊന്നും പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല. കാരണം നിങ്ങൾ വളരെ പോസിറ്റീവാണ്, വളരെ പവർഫുള്ളാണ്, യു ആർ അൺസ്റ്റോപ്പബിൾ എന്നൊരു ലെവലിലേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവർ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല. അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, എന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ചെയ്യുക. നമ്മളുടെ ഓരോരുത്തരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ജൈത്രയാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം.